ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മിഥിലയുടെ ബർത്ത്ഡേ സെലിബ്രേഷനാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അവളുടെ ബർത്ത്ഡേ ഇന്നായിരുന്നു. അല്ല, അവളുടെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞു പോയി. May 16th ആയിരുന്നു അവളുടെ ബർത്ത്ഡേ. പിന്നെ വീഡിയോ എന്താ ഇത്ര വൈകിയെന്ന് ചോദിച്ചാൽ എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയില്ല, അത് തന്നെ. എനിവേസ്, അവളുടെ ബർത്ത്ഡേൻ്റെ അന്ന് വൈകുന്നേരം നമുക്ക് എവിടെയെങ്കിലും പോകാം, എവിടെയെങ്കിലും പുറത്ത് പോയി കഴിക്കാമെന്നൊക്കെ ഒരു പ്ലാൻ ഓൾറെഡി ഉണ്ടായിരുന്നു. പക്ഷേ കേക്ക് കട്ടിങ്ങിനെ പറ്റി അവൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അവൾ അത്യാവശ്യം നല്ല രീതിയിൽ സർപ്രൈസ്ഡ് ആയിരുന്നു. ഇൻഫാക്റ്റ് കേക്ക് കട്ട് ചെയ്യാം എന്നുള്ളതൊക്കെ തന്നെ ലാസ്റ്റ് മിനിറ്റ് ഡിസൈഡ് ചെയ്തതാണ്. അലൻ വിളിച്ചു പറഞ്ഞു നമുക്കൊരു കേക്ക് മുറിക്കാം, അവളുടെ ബർത്ത്ഡേ അല്ലേ എന്നും പറഞ്ഞ് അവൻ വരണ വഴി ഒരു കേക്കൊക്കെ ആയിട്ടാണ് വന്നത്. ഒരു റെഡ് വെൽവെറ്റ് ഫ്ലേവേർഡ് കേക്കായിരുന്നു, ചെറിയൊരു കേക്കായിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ അധികം ആൾക്കാരുണ്ടാവാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അത് മതിയായിരുന്നു. ഞാനും അലനും വിവേകും പിന്നെ മിഥിലയുടെ ഹസ്ബൻഡ് സുധീഷ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ കേക്കൊക്കെ മുറിച്ച് എല്ലാവരും കഴിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നല്ല രീതിയിൽ വിശന്ന് തുടങ്ങിയായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു നമുക്ക് പുറത്ത് പോയി കഴിക്കാമെന്ന്. നമ്മൾ കഴിക്കാൻ പോകുന്നത് പനമ്പള്ളി നഗറിലോട്ടാണ്. പനമ്പള്ളി നഗറിൽ ഉപ്പും മുളകും എന്ന് പറഞ്ഞൊരു കടയിലോട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇത് അലൻ സജസ്റ്റ് ചെയ്തൊരു കടയാണ്. അലൻ നല്ല രീതിയിൽ ഹൈപ്പൊക്കെ തന്ന് ഞങ്ങളെ കൊണ്ടുപോകുന്നതാണ്. ഞങ്ങൾക്ക് വേറെ ആർക്കും ഒരു ഐഡിയ ഇല്ല ഈ ഒരു കടയെപ്പറ്റി. അവനാണ് വണ്ടി ഓടിക്കുന്നത്. എന്തായാലും ഞങ്ങൾക്ക് നല്ല രീതിയിൽ വിശപ്പുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് എവിടെ ആയാലും കുഴപ്പമില്ല. അതാണ് നമ്മുടെ കട. ഞങ്ങൾ ആ വണ്ടി ഓപ്പോസിറ്റ് പാർക്ക് ചെയ്ത് ഞങ്ങൾ കടയിലോട്ട് നടക്കുകയാണ്. ഇവിടെ ഒരു സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് പേയ്മെൻറ്റൊക്കെ കഴിഞ്ഞ് നമുക്ക് ഒരു ടോക്കൺ തരും. ആ ഒരു ടോക്കൺ ഫുഡ് കൗണ്ടറിൽ കൊണ്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഓർഡർ അനുസരിച്ചുള്ള ഫുഡ് അവർ തരുന്നതായിരിക്കും. ഞങ്ങൾ ആക്ച്വലി കുറേയൊക്കെ ഇരുന്ന് ആലോചിച്ച് അവസാനം പൊറോട്ടയും ചിക്കൻ ഫ്രൈയും പിന്നെ ഒരു ബീഫ് ഫ്രൈയും പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഫുഡിൻ്റെ ഓർഡറൊക്കെ കൊടുത്ത് ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അലനും വിവേകിനും ഒരു സമാധാനമില്ല. ഫുഡ് എങ്ങനെയും വന്നാൽ മതി എന്നും പറഞ്ഞ് ഫുഡിനെ നോക്കിയിരിക്കുക. അപ്പോൾ ആദ്യം വന്നത് ബീഫ് ഫ്രൈ ആണ്. അപ്പോൾ പൊറോട്ടയ്ക്ക് വേണ്ടി പോലും അലൻ വെയിറ്റ് ചെയ്തില്ല, ബീഫ് ഫ്രൈ തിന്നാൻ തുടങ്ങി. പിന്നെ പൊറോട്ടയൊക്കെ പയ്യെ വന്ന് അപ്പോൾ ഞങ്ങൾ മിഥിലയൊക്കെ അവിടെ ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങി, എങ്ങനെ സെർവ് ചെയ്തൊക്കെ തുടങ്ങിയായിരുന്നു. പിന്നെ ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ളൊരു സൗകര്യമില്ല. ഞങ്ങൾ ഇവിടെ ഫുട്പാത്തിൽ പോയി ഇരുന്നാണ് കഴിച്ചുകൊണ്ടിരുന്നത്. കഴിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഏതായാലും ഇവിടം വരെ വന്നതല്ലേ എന്നും പറഞ്ഞ് നമുക്ക് ക്വീൻസ് വാക്ക്വേയിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. ആദ്യം ഫോർട്ട് കൊച്ചിയാണ് വിചാരിച്ചത്, പക്ഷേ പിന്നെ അത് നല്ല ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ ക്വീൻസ് വാക്ക്വേയിലോട്ട് പോയി. ക്വീൻസ് വാക്ക്വേയിൽ എത്തിയപ്പോഴത്തേക്കും ഞങ്ങൾ ഒരു റൗണ്ട് നടക്കാമെന്നും പറഞ്ഞു ആ ഒരു റൗണ്ട് മൊത്തം നടന്നു. അത്യാവശ്യം കുറച്ചൊക്കെ നടന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ JLN സ്റ്റേഡിയത്തിൽ ഒരു കുലുക്കി കിട്ടുന്നൊരു കടയുണ്ടെന്നും പറഞ്ഞ് അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ എല്ലാവരും ഓരോ കുലുക്കിയൊക്കെ പറഞ്ഞു. എനിക്ക് കുലുക്കി വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ മാംഗോ കണ്ടതുകൊണ്ടും മാംഗോ ജ്യൂസ് പറഞ്ഞു. വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലും പോയി.